അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അസ്മാഉൽ ഹുസ്നയിലെ ഈ രണ്ട് ഇസ്മുകളുടെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കിയ ഒരാൾക്കും തന്നെ ഇത് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം തരണം ചെയ്ത് അതിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാൻ ഈ രണ്ട് ഇസ്മുകൾ ഇത്രമേൽ സഹായകമാകുമെന്ന് മനസ്സിലാക്കിയ ഒരാളും തന്നെ ഇതിനൊഴിവാക്കിയിട്ടില്ല. അങ്ങനെ ഒഴിവാക്കാനും സാധിക്കൂല. നമ്മുടെ പൂർവ്വസൂരികളായ ആളുകളൊക്കെ അംബിയ ഉൾപ്പെടെ ഔലിയ ഉൾപ്പെടെ ഈ ഇസ്മിനെ പതിവാക്കിയത് കൊണ്ട് അവർക്ക് ലഭിച്ച വലിയ വലിയ നേട്ടങ്ങൾ മനസ്സിലാക്കിയാൽ നാമും ഈ ഇസ്മ പതിവാക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ നാം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങളും കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞു പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം കൂടുതലുണ്ട്, അത് കൂടുതൽ ഫലപ്രദമാകും, അത് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ഇസ്മ പതിവാക്കുന്നത് നമ്മുടെ ശീലത്തിലുണ്ടെങ്കിലും ഇതെല്ലാം അറിവോടുകൂടെ, ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി മഹാന്മാർ ഇത് ഉപയോഗിച്ചതാണെന്ന് അറിവോടുകൂടെ, അതേപോലെ തന്നെ അവർക്കൊക്കെ അതിന് വലിയ ഫലങ്ങൾ ലഭിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നാം ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് വീഡിയോയിൽ നാം ഈ വിഷയം ഉൾപ്പെടുത്തുന്നത്. നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 99 നാമങ്ങൾ എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുന്നവരുണ്ട്. 99 നാമങ്ങൾ വിളിച്ച് അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുന്നവരുണ്ട്. ആ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതകളാണ്. മഹാന്മാരൊക്കെ ഈ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളിലെ ഓരോ ഇസ്മിനും ഓരോ ശ്രേഷ്ഠതകളും പറഞ്ഞ് ഓരോന്നും ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്ര പ്രാവശ്യം ചൊല്ലാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മഹാന്മാർ പറയുന്ന എത്രയോ വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പലതവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യാ ലത്തീഫിന്റെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിവിധങ്ങളായ ഇസ്മുകളുടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉൾപ്പെടുത്തുന്നതും അതുപോലെയുള്ളൊരു വിഷയമാണ്. ഈ ഇസ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പവിത്രമേറിയ ഒരു ഇസ്മാണ്. മാത്രമല്ല മഹാനരായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന ഈസ ഇബ്ന മറിയം അലൈഹിസ്സലാം കാന ഇദാ അറാദ അൻ യുഹ്യിൽ മൗത യദ്ഉ ബിഹാദ ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഒരു കഴിവാണ് അവിടുന്ന് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പം മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനമെടുത്ത് ഉദ്ദേശിച്ചാൽ, അങ്ങനെ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിരുന്ന രണ്ട് ഇസ്മുകളാണ് ഈ ഇസ്മ. അപ്പോ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ സംബോധിതരായ ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടി, മുഅ്ജിസത്ത് കാണിക്കാൻ വേണ്ടി മരിച്ചവരെ ജീവിപ്പിക്കണം എന്നാരെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മരണപ്പെട്ട ആളുകളെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിപ്പിക്കുമല്ലോ. ഓരോ അംബിയായിനും ഓരോ കറാമത്ത്, ഓരോ മുഅ്ജിസത്തുകൾ ഉണ്ടായിരുന്നു. അതിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലിയിട്ടാണ് അതിന് മുതിർന്നിരുന്നത് എന്ന് കിതാബുകളിൽ കാണാം. ആ രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ മഹാനരായ ആസഫ് ഇബ്നു ബർഖിയ എന്നവര് ലമ്മ അറാദ അൻ യഅതിയ ബിഅർശി ബിൽഖീസ് ഇലാ സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്തേക്ക് ബിൽഖീസ് രാജ്ഞിയുടെ ആ സിംഹാസനം കൊണ്ടുവരുന്ന ഒരു സംഭവം നമുക്കൊക്കെ അറിയാലോ. ആ ഒരു വിഷയം വളരെ വേഗത്തിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടപ്പോ അത് കൊണ്ടുവരാൻ വേണ്ടി മഹാനരായ ആസഫ് ഇബ്നു ബർഖിയ എന്നവര് ഈ രണ്ട് ഇസ്മുകൾ ഉപയോഗിച്ചാണ് അത് കൊണ്ടുവന്നത് എന്ന് കിതാബുകളിൽ കാണാം. അതേപോലെ തന്നെ മഹാനരായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ടായിരുന്നത് ഈ രണ്ട് ഇസ്മുകളെയായിരുന്നു. മാത്രമല്ല സമുദ്രത്തിലൊക്കെ അകപ്പെട്ട ആളുകള് സമുദ്രത്തിലെ കാറ്റിലും കോളിലൊക്കെ പെട്ടിട്ട്, സമുദ്രത്തിന്റെ ചുഴിയിൽ പെട്ടിട്ട്, അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന കപ്പലുകളോ മറ്റോ ഒക്കെ തകർന്നടിയാൻ വേണ്ടി പോകുമ്പോൾ അവര് മരണത്തിലേക്ക് എത്തും, അവര് മുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ രൂപത്തിലേക്ക് അവരുടെ തകർച്ച മുന്നിൽ
കാണുമ്പോ, അവര് തളർന്നു പോകുന്നത് മുന്നിൽ കാണുമ്പോ, അവര് മരണത്തിന് മുഖാമുഖം നേരിട്ട് പല പ്രതിസന്ധികളും, സമുദ്രത്തിന്റെ അഗാധമായ ഗർത്തത്തിലൂടെ യാത്ര ചെയ്യുന്നവര്, സമുദ്രത്തിന്റെ അങ്ങേയറ്റം കുറെ ദൂരെ സഞ്ചരിച്ച് യാത്ര ചെയ്യുമ്പോൾ കരയൊന്നും കാണാതെ ആ പ്രതിസന്ധികളിൽ അകപ്പെടുന്ന സമയത്ത് അവര് മരണത്തിന് മുഖാമുഖം കാണുമ്പോ അവര് ഈ രണ്ട് ഇസ്മുകൾ വെച്ചായിരുന്നു അവർ ദുആ ചെയ്തിരുന്നത് എന്നൊക്കെ കിതാബുകളിൽ കാണാം. ഏതാണ് പ്രിയമുള്ളവരെ ആ രണ്ട് ഇസ്മുകൾ? അതാണ് ഹയ്യ് എന്ന ഇസ്മും ഖയ്യൂം എന്നുള്ള ഇസ്മും. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഇസ്മുകളായിരിക്കും, പക്ഷേ അതിന്റെ മഹത്വം ഇത്രമേൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചെല്ലാൻ സാധിക്കണം. അപ്പൊ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന ആ ഇസ്മ, ആ അല്ലാഹുവിന്റെ അതിമഹത്തായ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പവിത്രമായ ആ ഇസ്മുകൾ മുൻനിർത്തി റബ്ബിലേക്ക് ദുആ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലം ലഭിക്കും. അതപ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്യണം. മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത് മഹാന്മാര് ഇതിനെല്ലാം ഉപയോഗിച്ചിരുന്നു. നമ്മുടെ പൂർവ്വസൂരികളായ ഔലിയ, അംബിയ ഒക്കെ അവരുടെ വിഷയങ്ങൾ നേടിയെടുക്കാൻ വലിയ വലിയ മല പോലെയുള്ള പ്രതിസന്ധികൾ അവരുടെ മുന്നിൽ വരുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. അവർക്കതിന് ഫലം ലഭിച്ചിരുന്നു. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും ഇതുവഴി പ്രതീക്ഷ നൽകും എന്ന ഒരു വിശ്വാസത്തോടുകൂടെ ആർക്കാണോ ചെയ്യാൻ സാധിക്കുന്നത്, തീർച്ചയായും അതുകൊണ്ട് ഫലം ലഭിക്കും എന്നുള്ളതാണ്. അവ മനസ്സറിഞ്ഞ് ചെയ്യണം, നല്ല നീയത്തിൽ ചെയ്യണം, വിശ്വാസത്തോടു കൂടെ ചെയ്യണം. ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മഹാന്മാർക്കൊക്കെ ഉത്തരം ലഭിച്ചതാണെന്ന് കരുതിയിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല പ്രതിഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ ഈ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത്, അത് എത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, ചൊല്ലാവുന്നതാണ്. പ്രത്യേകമായ ആദത്തുകളൊക്കെ ചില വിഷയങ്ങളിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് എങ്ങനെയായാലും ഈ ഇസ്മിന്റെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇന്ന് മുതൽ ഈ ഇസ്മ ഒരു എണ്ണം, ഒരു കൃത്യമായ എണ്ണം 101 തവണയോ അല്ലെങ്കിൽ 1000 തവണയോ അല്ലെങ്കിൽ 100 തവണയോ അല്ലെങ്കിൽ 33 തവണയോ ഇങ്ങനെ 99 തവണയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു എണ്ണം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചൊല്ലാൻ സാധിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും, അതിന് നല്ല ഫലം ലഭിക്കും. അപ്പൊ ചൊല്ലാൻ തയ്യാറായവര്, വിഷയം മനസ്സിലായവര്, അതിനാഗ്രഹിക്കുന്നവരൊക്കെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് എഴുതി അറിയിക്കണം. പ്രത്യേകം അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. ഒരുപാട് ആളുകൾ വലിയ വലിയ മല പോലെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അടുക്കൽ വരുന്ന വലിയ വലിയ കേസുകൾ, സിഹറുമായി ബന്ധപ്പെട്ടത്, ഐനുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ കുടുംബങ്ങളിലൊക്കെ അനുഭവിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങൾ, അല്ലാഹുവേ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണം അല്ലാഹ്, ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ശിഫ നൽകണം അല്ലാഹ്, സമ്പൂർണ്ണ സിഹത്ത് നൽകണം.